ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ചോദ്യം ഇപ്രകാരമാണ്: തിരുമേനി, എൻ്റെ പേര് ആവണി എന്നാണ്. എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് 11 മാസമായി. ഇപ്പോൾ ഈ ഓണക്കാലത്ത് എനിക്ക് ഓണം ആഘോഷിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം പറയുന്നു ഒരു വർഷക്കാലത്തേക്ക് ഓണം ആഘോഷിച്ചുകൂടാ എന്ന്. അതുകൊണ്ട് വീട്ടിൽ ഓണസദ്യയും യാത്രയും ഒക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ഓണം ആഘോഷിച്ചുകൂടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകൾ പങ്കെടുത്തുകൂടാ എന്നൊക്കെ ഉണ്ടോ? ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയിലൂടെ പറയുമോ? കാര്യം എന്നെപ്പോലെ ഒട്ടേറെ പേർക്ക് ഇത് പ്രയോജനപ്രദമാകും. ആവണിയുടെ ചോദ്യത്തിന് സമാനമായിട്ടുള്ള ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ പ്രവേശിക്കാവുന്നതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി മുതൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും. അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. കാര്യം എങ്കിലായിരിക്കുമല്ലോ റെക്കമെൻഡേഷനായിട്ട്, നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഓണം അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങൾ, ഇത് വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ എത്ര കാലയളവിൽ ഒഴിവാക്കപ്പെടണം എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പുല എന്ന് പറയുന്നത് പരമാവധി 16 ദിവസമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. 16 ദിവസത്തെ പുലയാണ്. ചിലയിടത്ത് അത് കുറവായിട്ടും കാണുന്നുണ്ട്. എന്തായാലും 16ൻ്റെ അന്ന് പുലകുളി അടിയന്തരാദി കർമ്മങ്ങൾ പൂർത്തീകരിക്കും. പിന്നെ പുലയില്ല. പുല കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പുല ഇല്ല എന്നുള്ളൊരു സങ്കല്പമാണ്. എന്നാൽ നമ്മൾ ഈ ഒരു കാര്യത്തെ കാണേണ്ടത് ഒരു പ്രത്യേക തലത്തിലാണ്. ഇപ്പം ഒരു അകന്ന ബന്ധു മരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വളരെ വാർദ്ധക്യമൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു പോകുന്നു. ഒരു 16 ദിവസം അല്ലെങ്കിൽ പരമാവധി 41 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ വീട്ടിലുള്ളവരൊക്കെ ഒരു റിക്കവറിങ്ങിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത്രയും കാലയളവിൽ ഒരു ദുഃഖാചരണമൊക്കെ പണ്ട് കാലയളവിൽ നടത്തുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഒരു കുടുംബത്തിലെ നട്ടെല്ലായ നെടുന്തൂണായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു പോവുകയാണ്. ഒരു ഗൃഹനാഥ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പുത്രൻ, പുത്രി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മരണപ്പെട്ടു പോവുകയാണ്. ചിലപ്പോൾ അത് കുറേ കാലയളവിൽ അവരുടെ ദുഃഖം 1-2 വർഷമൊക്കെ ചിലപ്പോൾ അവരുടെ ദുഃഖം, അതിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ദുഃഖം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഒരു വിഷയത്തിന്മേൽ ആ മരണത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖം നമുക്ക് അടക്കാൻ വയ്യാത്ത, ത്രാണന കടന്നു പോകാൻ വയ്യാത്ത ഒരു അവസ്ഥ എത്രത്തോളം കാലം നിൽക്കുന്നു, അത്രയും കാലയളവ് നമ്മൾ ചിലപ്പോൾ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഒന്ന് മടിച്ചു എന്ന് വന്നേക്കാം. നമുക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വന്നേക്കാം. അതാണ് പൊതുവിൽ ഈ ഒരു വർഷം എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് വന്നത്. എന്നാൽ 16 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. എന്നാൽ ചിലയിടത്ത് 41 ദിവസം കഴിഞ്ഞിട്ടേ അസ്ഥി ഒഴുക്കുള്ളൂ എന്ന് പറയുന്നൊരു വിധിയുണ്ട്. അപ്പോൾ അങ്ങനെ 41 ദിവസം കഴിഞ്ഞിട്ട് അസ്ഥി ഒഴുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം വരെ വേണമെങ്കിൽ ക്ഷേത്ര ദർശനം അങ്ങനെയൊക്കെയുള്ള കാര്യം വേണമെങ്കിൽ ഒഴിവാക്കപ്പെടാം. പക്ഷേ ചിലയിടത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടേ അസ്ഥി നിമജ്ജനം ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു രീതിയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ക്ഷേത്ര ദർശനം, വിവാഹാദി ചടങ്ങുകൾ പങ്കെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമുള്ളതല്ല. 16 പുല കഴിഞ്ഞു കഴിഞ്ഞാൽ പുല കുളിച്ചു പിന്നെ പങ്കെടുക്കാം എന്നുള്ളതാണ്. ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് ഓണാഘോഷമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മുത്തശ്ശി മരിച്ചു, ഒരു മുത്തശ്ശൻ മരിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു വർഷം ഓണം ആഘോഷിക്കുന്നില്ല, അതൊരു നിയമമാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണാഘോഷിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഉള്ളവർക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ ഓണാഘോഷിക്കുക. അതിൽ ആചാരപരമായിട്ടുള്ള യാതൊരു തടസ്സവും ഇല്ല. പക്ഷെ മറ്റുള്ളവരെന്ത് വിചാരിക്കും,
നാട്ടുകാരെന്ത് പറയും എന്നൊക്കെയുള്ള രീതിയിലാണ് ചിലർ ഈ ഓണാഘോഷമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിനകത്ത് മാത്രം ഓണാഘോഷം, പുറത്ത് ആരും അറിയാത്ത രീതിയിലൊക്കെ സദ്യയൊക്കെ വെച്ച് കഴിക്കും. എന്നിട്ട് വരികയും ഞങ്ങൾക്ക് ഇത്തവണ ഓണം ഇല്ല, കാര്യം അവിടെ ഇന്ന ആൾ മരിച്ചതല്ലേ, അതുകൊണ്ട് ഓണം ഇല്ല എന്ന് പറയും. പിന്നീട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഇവർ ടെക്സ്റ്റൈൽസിൽ പോകുന്നതാണ്, ചില യാത്രകളൊക്കെ പോകുന്നതാണ്. ഇത് ആൾക്കാർ അറിഞ്ഞുകൂടാ എന്നുള്ളൊരു രീതിയാണ് അവരുടെ ഉള്ളിലുണ്ട്. ആൾക്കാർ എന്ത് പറയും, ഈ സമൂഹം എന്ത് പറയും എന്നുള്ളൊരു തോന്നൽ. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, 16 പുല കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു കാര്യവുമില്ല. പിന്നെ ഈ വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഈ മരിച്ചുപോയ വ്യക്തിയായിട്ടുള്ള വ്യക്തിബന്ധം, ആത്മബന്ധം. ചിലപ്പോൾ നമുക്ക് അതിനുള്ള മനസ്സ് കിട്ടില്ല, ഒരു വർഷം നമുക്ക് ഓണമൊന്നും ആഘോഷിക്കാനുള്ള ഒരു മനസ്സ് കിട്ടില്ല, എങ്കിൽ വേണ്ട എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആചരണം എന്നുള്ള രീതിയിൽ ഇത് തടുക്കപ്പെട്ട കാര്യമേ അല്ല. അതുപോലെ തന്നെ ശബരിമലയിൽ പോകുന്ന കാര്യം ചിലർ പറയുന്ന കേൾക്കാം, അപ്പൂപ്പ മരിച്ചിട്ട് 1 വർഷമായില്ല, അമ്മമ്മ മരിച്ചിട്ട് 1 വർഷമായില്ല, അതുകൊണ്ട് ശബരിമലയിൽ പോകുന്നില്ല എന്ന്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ പുല കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോകാം. പുല കുളി കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകണമെന്നാണ്, ശുദ്ധമായി കഴിഞ്ഞു, അപ്പോൾ ക്ഷേത്രത്തിൽ പോകണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതും ആഘോഷത്തിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖത്തെ ഇല്ലാതാക്കാൻ കാരണമാകും. ഒരു വ്യക്തി വീട്ടിൽ മരിച്ചുപോയി അയാൾ ആഘോഷത്തിൽ നിന്നെല്ലാം പിൻവലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് ഒരു തരത്തിലുള്ള സമാധാനവും സന്തോഷമൊന്നും വരില്ല. ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നമുക്ക് വലിയൊരു ആഘാതമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് മാറിക്കിട്ടാൻ ഈ നമ്മുടെ ദേശീയോത്സവം പോലുള്ള ഇത്തരം കാര്യങ്ങൾ, ചില യാത്രകൾ, ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി തൊഴുക, അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ചോദ്യകർത്താവിന് ഈ ഇതിലെല്ലാം പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട്. മറ്റുള്ളവർ എന്തെങ്കിലും കരുതുമെന്ന് കരുതി വീട്ടുകാർ അതിനെ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ആ വീട്ടുകാർ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല കാര്യം. ആചരണം എന്നുള്ള നിലയിൽ അതിനൊരു സാങ്കത്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആത്മാവിന് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാവുമോ, ആത്മാവിന് കോപം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചിലർ ആഘോഷത്തിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ആത്മാവിനൊന്നും യാതൊരു ദോഷമില്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്രേതാത്മാവിന് നിങ്ങൾ ചടങ്ങുകൾ പങ്കെടുക്കുന്നതുകൊണ്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള ഖിന്നതകളും സംഭവിക്കുന്നില്ല. അതൊന്നും ചിന്തിക്കേണ്ട. ആചാരമര്യാദകളുടെ യാതൊരു ലംഘനവുമല്ല ഇത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണോ ആ സ്ഥലം രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.